ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 78-ാം ദിവസം. മോശയുടെ കീർത്തനം. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 33-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം, 118-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷമുള്ള ജനത്തിൻ്റെ യാത്രയിലെ താവളങ്ങൾ സംഖ്യയുടെ പുസ്തകം വിവരിക്കുന്നതോടൊപ്പം കാനാൻ ദേശത്തെ ജനതകളെ സമ്പൂർണ്ണമായി ദേശത്തു നിന്ന് ഒഴിപ്പിക്കണമെന്നും അവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും പങ്കുചേരരുത് എന്നും ഉള്ള നിർദ്ദേശങ്ങൾ ദൈവം ജനതയ്ക്ക് നൽകുന്നു. ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിൻ്റെ അധാർമികമായ വ്യവസ്ഥിതിയോട് നിരന്തരമായ സമരത്തിൽ ഏർപ്പെടാൻ കടമയുണ്ട് എന്ന കാര്യം ഈ തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 33-ാം അധ്യായം. യാത്രയിലെ താവളങ്ങൾ. മോശയുടെയും അഹ്റോൻ്റെയും കരം വഴി ഈജിപ്ത് ദേശത്ത് നിന്ന് സൈന്യഗണങ്ങളായി പുറപ്പെട്ട ഇസ്രായേല്യരുടെ താവളങ്ങൾ ഇവയാണ്. അവരുടെ താവളങ്ങളനുസരിച്ചുള്ള പുറപ്പാടുകൾ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മോശ കുറിച്ചു വെച്ചു. അവയാണ് അവരുടെ പുറപ്പാടുകളനുസരിച്ചുള്ള താവളങ്ങൾ. അവർ റംസേസിൽ നിന്ന് ആദ്യ മാസം, അതായത് 1-ാം മാസത്തിൻ്റെ 15-ാം ദിവസം യാത്ര തിരിച്ചു. പെസഹയുടെ പിറ്റേന്നാളാണ് ഇസ്രായേല്യർ ഉയർന്ന കരത്തോടെ ഈജിപ്തുകാരെല്ലാം കാണുക പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ തങ്ങളുടെ ഇടയിൽ കർത്താവ് സംഹരിച്ച തങ്ങളുടെ ഓരോ കടിഞ്ഞൂലിനെയും സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ ഇടയിലും കർത്താവ് വിധികൾ നടപ്പാക്കിയിരുന്നു. ഇസ്രായേല്യർ റംസസിൽ നിന്ന് നീങ്ങി സുക്കോത്തിൽ പാളയമടിച്ചു. അവർ സുക്കോത്തിൽ നിന്ന് നീങ്ങി മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിൽ പാളയമടിച്ചു. എത്താമിൽ നിന്ന് പാളയം നീക്കിയിട്ട് അവർ തിരിഞ്ഞ് ബാൽസെഫോന് അഭിമുഖമായ പിഹഹീറോത്തിനരികിലായി മിഗ്ദോലിന് മുമ്പിൽ തങ്ങി. എന്നിട്ട് പിഹഹോറിന് മുമ്പിൽ നിന്ന് മുന്നേറി കടലിന് നടുവിലൂടെ മരുഭൂമിയിലേക്ക് കടന്നു. എത്താം മരുഭൂമിയിലൂടെ 3 ദിവസത്തെ വഴി സഞ്ചരിച്ച് അവർ മാറായിൽ പാളയമടിച്ചു. അവർ മാറായിൽ നിന്ന് നീങ്ങി ഏലിമിലേക്ക് വന്നെത്തി. ഏലിമിൽ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവർ അവിടെ പാളയമടിച്ചു. ഏലിമിൽ നിന്ന് നീങ്ങി ചെങ്കടലിനരികെ അവർ പാളയമടിച്ചു. പിന്നീട് ചെങ്കടലിങ്കൽ നിന്ന് പാളയം നീക്കി സീൻ മരുഭൂമിയിൽ തങ്ങി. സീൻ മരുഭൂമിയിൽ നിന്ന് യാത്ര ചെയ്ത് ദഫക്കയിൽ പാളയമടിച്ചു. ദഫക്കയിൽ നിന്ന് നീങ്ങി അവർ ആലൂഷിൻ തങ്ങി. ആലൂഷിൽ നിന്ന് യാത്ര തിരിച്ച് റഫീദീമിൽ പാളയമടിച്ചു. അവിടെ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അവർ റഫീദീമിൽ നിന്ന് പാളയം നീക്കി സീനായ് മരുഭൂമിയിൽ തങ്ങി. സീനായ് മരുഭൂമിയിൽ നിന്ന് യാത്ര ചെയ്ത് അവർ കിബ്രോത്ത് ഹത്താവയിൽ പാളയമടിച്ചു. ഹിബ്രോത്ത് ഹത്താവയിൽ നിന്ന് നീങ്ങി ഹസേറോത്തിൽ പാളയമടിച്ചു. അവർ ഹസേറോത്തിൽ നിന്ന് പാളയം നീക്കി റിത്മായിൽ തങ്ങി. റിത്മായിൽ നിന്ന് യാത്ര ചെയ്ത് റിമ്മോൻ പെരസിൽ പാളയമടിച്ചു. അവർ റിമ്മോൻ പെരസിൽ നിന്ന് നീങ്ങി ലിബ്നയിൽ തങ്ങി. ലിബ്നയിൽ നിന്ന് മുന്നേറി അവർ റസായിൽ പാളയമടിച്ചു. റസായിൽ നിന്ന് പാളയം നീക്കി അവർ കെഹേലാത്തിലാണ് തങ്ങിയത്. കെഹേലാത്തായിൽ നിന്ന് യാത്ര ചെയ്ത് അവർ ഷെഫർ മലയിൽ പാളയമടിച്ചു. പിന്നീട് ഷെഫർ മലയിൽ നിന്ന് മുന്നേറി
ഹരാദായിൽ തങ്ങി. ഹരാദായിൽ നിന്ന് പാളയം നീക്കിയ അവർ മെഖ്ഹലോത്തിലാണ് പാളയമടിച്ചത്. മെഖ്ഹലോത്തിൽ നിന്ന് നീങ്ങി തഹത്തിൽ പാളയമടിച്ചു. തുടർന്ന് തഹത്തിൽ നിന്ന് യാത്ര ചെയ്ത് അവർ തേരഹിൽ തങ്ങി. തേരഹിൽ നിന്ന് മുന്നേറി മിത്കായിൽ പാളയമടിച്ചു. പിന്നെ മിത്കായിൽ നിന്ന് പാളയം നീക്കി അവർ ഹെഷ്മോനായിലാണ് തങ്ങിയത്. ഹെഷ്മോനായിൽ നിന്ന് നീങ്ങി മൊസേറോത്തിൽ പാളയമടിച്ചു. അവർ മൊസേറോത്തിൽ നിന്ന് യാത്ര ചെയ്ത് ബെനയാക്കായിനിൽ തങ്ങി. ബെനയാക്കാനിൽ നിന്ന് മുന്നേറി ഗിദ്ഗാദിലെ ഹോറിൽ പാളയമടിച്ചു. ഗിദ്ഗാദിലെ ഹോറിൽ നിന്ന് പാളയം നീക്കി അവർ യോത്മാത്തായിലാണ് തങ്ങിയത്. തുടർന്നവർ യോത്മാത്തായിൽ നിന്ന് അബ്രോനായിൽ പാളയമടിച്ചു. അബ്രോനായിൽ നിന്ന് യാത്ര ചെയ്ത് യെസിയോൻ ഗേബറിൽ തങ്ങി. അവർ യെസിയോൻ ഗേബറിൽ നിന്ന് പാളയം നീക്കി സീൻ മരുഭൂമിയിൽ, അതുതന്നെയാണ് കാദേശ്, പാളയമടിച്ചു. കാദേശിൽ നിന്ന് ഏദോം ദേശ അതിർത്തിയിലുള്ള ഹോർമലയിൽ പാളയമടിച്ചു. പുരോഹിതനായ അഹ്റോൻ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹോർമലയിലേക്ക് കയറി. അവിടെ വെച്ച് അവൻ മരിച്ചു. ഇസ്രായേല്യർ ഈജിപ്ത് ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ 40-ാം വർഷം 5-ാം മാസത്തിൻ്റെ 1-ാം തീയതിയായിരുന്നു ഇത്. ഹോർമലയിൽ വെച്ച് അഹ്റോൻ മരിക്കുമ്പോൾ അവന് 123 വയസ്സായിരുന്നു. കാനാൻ ദേശത്ത് നെഗമിൽ പാർത്തിരുന്ന കാനാന്യരായ ആരാദ് രാജാവ് ഇസ്രായേല്യർ വരുന്നതായി കേട്ടു. അവർ ഹോർമലയിൽ നിന്ന് നീങ്ങി സൽമോനായിൽ പാളയമടിച്ചു. സൽമോനായിൽ നിന്ന് പാളയം നീക്കി അവർ പൂനോനിൽ തങ്ങി. പൂനോനിൽ നിന്ന് യാത്ര ചെയ്ത് അവർ ഓബോത്തിൽ പാളയമടിച്ചു. ഓബോത്തിൽ നിന്ന് അവർ നീങ്ങി മൊവാബിൻ്റെ അതിർത്തിയിലുള്ള ഇയെ അബാറിമിലാണ് പാളയമടിച്ചത്. അവർ ഇയേമിൽ നിന്ന് യാത്ര ചെയ്ത് ദീബോൻഗാദിൽ തങ്ങി. ദീബോൻഗാദിൽ നിന്ന് നീങ്ങി അവർ ദിബ്ലാത്തായിമിലേക്കുള്ള അൽമോനിൽ പാളയമടിച്ചു. ദിബ്ലാത്തായിമിലേക്കുള്ള അൽമോനിൽ നിന്ന് പാളയം നീക്കി നെബോയ്ക്ക് മുമ്പിലായി അബാറിം മലകളിൽ തങ്ങി. അബാറിം മലകളിൽ നിന്ന് യാത്ര ചെയ്ത് ജെറീക്കോയ്ക്ക് സമീപം ജോർദാനക്കരെ മൊവാബ് സമതലങ്ങളിൽ പാളയമടിച്ചു. ജോർദാന് സമീപത്ത് മൊവാബ് സമതലങ്ങളിൽ ബെത് യഷിമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെയാണ് അവർ പാളയമടിച്ചത്. ദേശം കൈവശമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ: ജെറീക്കോയ്ക്ക് സമീപം ജോർദാനക്കരെ മൊവാബ് സമതലങ്ങളിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലരോട് നീ പ്രസ്താവിച്ച് പറയുക, നിങ്ങൾ കാനാൻ ദേശത്തേക്ക് ജോർദാൻ കടക്കുമ്പോൾ തദ്ദേശവാസികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിപ്പിച്ച് അവരുടെ ശിലാവിഗ്രഹങ്ങൾ തകർക്കുകയും ലോഹപ്രതിമകൾ ഉടയ്ക്കുകയും പൂജാഗിരികൾ ഉന്മൂലനം ചെയ്യുകയും വേണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം കൈവശമാക്കാൻ ഞാൻ നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് നറുക്കെടുപ്പിലൂടെ നിങ്ങൾ ദേശം അവകാശമാക്കണം. വലുതിന് അതിൻ്റെ അവകാശം നിങ്ങൾ കൂട്ടണം, ചെറുതിന് അതിൻ്റെ അവകാശം നീ കുറയ്ക്കണം. ഒരുവന് കുറി എവിടേക്ക് വീഴുന്നുവോ അതായിരിക്കും അവനുള്ളത്. നിങ്ങളുടെ പിതൃഗോത്രങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അവകാശമാക്കേണ്ടത്. എന്നാൽ നിങ്ങൾ തദ്ദേശവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിപ്പിക്കാതിരുന്നാൽ അവരിൽ നിന്ന് നിങ്ങൾ അവശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ സൂചികളും നിങ്ങളുടെ പാർശ്വങ്ങളിൽ മുള്ളുകളും ആയിരിക്കും. നിങ്ങൾ വസിക്കുന്ന ദേശത്ത് അവർ നിങ്ങളെ ഞെരുക്കും. ഞാൻ അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചതുപോലെയായിരിക്കും ഞാൻ നിങ്ങളോട് ചെയ്യുന്നത്. നിയമാവർത്തനം പുസ്തകം 32-ാം അധ്യായം. ആകാശമേ ചെവിതരിക, ഞാൻ സംസാരിക്കട്ടെ. ഭൂമി എൻ്റെ അധരമൊഴി ശ്രവിക്കട്ടെ. എൻ്റെ വചസ്സ് മഴ പോലെ പതിക്കട്ടെ. മഞ്ഞുപോലെ എൻ്റെ വാക്കുകൾ പൊഴിയട്ടെ. പുല്ലിന്മേൽ മഴത്തുള്ളി പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിക്കിയാൽ നമ്മുടെ ദൈവത്തിന് മഹത്വം നൽകുവിൻ. അവിടുന്ന് പാറയാകുന്നു. അവിടുത്തെ പ്രവൃത്തിയോ പരിപൂർണം. അവിടുത്തെ വഴികളെല്ലാം ന്യായം തന്നെ. അനീതിയില്ലാത്തവൻ വിശ്വസ്തതയുടെ ദൈവം, നീതിമാനും നേരുള്ളവനും. അവർ അവിടുത്തോട് മ്ലേച്ഛത കാട്ടി അവിടുത്തെ മക്കളല്ലാതായി. അവരുടെ കളങ്കം വഴിപിഴച്ചതും വക്രവുമായ തലമുറ, ഭോഷരും ജ്ഞാനരഹിതരുമായ ജനമേ,
ഇങ്ങനെയോ കർത്താവിനോട് പെരുമാറുന്നത്? അവിടുന്നല്ലേ നിൻ്റെ പിതാവും നിന്നെ നേടിയവനും നിന്നെ സൃഷ്ടിച്ചുറപ്പിച്ചതും അവിടുന്ന് തന്നെ. കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുക, പല തലമുറകളുടെ സംവത്സരങ്ങൾ തിരിച്ചറിയുവിൻ. നിൻ്റെ പിതാവിനോട് ചോദിക്കുക, അവൻ നിന്നോട് വിവരിക്കും. നിൻ്റെ ശ്രേഷ്ഠന്മാരോട് ചോദിക്കുക, അവർ നിനക്ക് പറഞ്ഞു തരും. അത്യുന്നതൻ ജനതകൾക്ക് അവകാശം വീതിച്ചപ്പോൾ, മനുഷ്യമക്കളെ അവിടുന്ന് പങ്കിട്ടപ്പോൾ, ഇസ്രായേല്യരുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനങ്ങളുടെ അതിരുകൾ നിശ്ചയിച്ചു. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമത്രേ, യാക്കോബ് അവിടുത്തെ അവകാശവീതവും. അവിടുന്ന് അവനെ മരുപ്രദേശത്ത് കണ്ടെത്തി, ശൂന്യത ഓരിയിടുന്ന മണൽക്കാട്ടിൽ. അവിടുന്ന് അവനെ കരുതലോടെ വലയം ചെയ്തു, തൻ്റെ കണ്ണിലുണ്ണി പോലെ കാത്തുസൂക്ഷിച്ചു. കൂടിളക്കി കുഞ്ഞുങ്ങളുടെ മേൽ വട്ടമിട്ട് പറക്കുന്ന കഴുകനെ പോലെ അവിടുന്ന് തൻ്റെ ചിറകുകൾ വിരിച്ച് അവനെ താങ്ങുന്നു, പക്ഷത്തിൽ സംവഹിക്കുന്നു. കർത്താവ് തന്നെ അവനെ നയിച്ചു, ഒരന്യദേവനും അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ ഉയരങ്ങളിലൂടെ അവിടുന്ന് അവനെ സവാരി ചെയ്യിപ്പിച്ചു. വയലിലെ വിളവുകൾ അവൻ ഭക്ഷിച്ചു. പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്നുള്ള എണ്ണയും കൊണ്ട് പോറ്റി. കാലിക്കൂട്ടത്തിൻ്റെ പാൽക്കട്ടി, ആട്ടിൻപറ്റത്തിൻ്റെ പാൽ, ഒപ്പം ഭാഷാനാടുകളുടെയും മുട്ടാടുകളുടെയും കോലാടുകളുടെയും കൊഴുപ്പ്, വിശിഷ്ടമായ ഗോതമ്പ് എന്നിവ കൊണ്ടും. ദ്രാക്ഷാരക്തമായ മുന്തിരിച്ചാറ് നീ കുടിച്ചു. യഷുറൂൺ തടിച്ചു കൊഴുക്കുകയും തൊഴിക്കുകയും ചെയ്തു. നീ കൊഴുത്ത് തടിച്ച് മല്ലിട്ടു. തന്നെ സൃഷ്ടിച്ച ദൈവത്തെ അവൻ ഉപേക്ഷിച്ചു. തൻ്റെ രക്ഷയുടെ പാറയെ അവൻ പുച്ഛിച്ചു. അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ അസൂയാലുവാക്കി. മ്ലേച്ഛതകൾ കൊണ്ട് അവിടുത്തെ പ്രകോപിപ്പിച്ചു. ദൈവത്തിനല്ല അവർ ബലിയർപ്പിച്ചത്, ദുർദേവതകൾക്കാണ്. പുതുതായി അടുത്തു വന്ന അവർ അറിഞ്ഞിട്ടില്ലാത്ത ദൈവങ്ങൾ. നിങ്ങളുടെ പൂർവികർക്ക് അവ അപരിചിതങ്ങളായിരുന്നു. നിന്നെ ജനിപ്പിച്ച പാറയെ നീ മറന്നു. ഈറ്റുനോവെടുത്ത ദൈവത്തെ നീ വിസ്മരിച്ചു. കർത്താവ് കാണുകയും പ്രകോപനം മൂലം തൻ്റെ പുത്രീപുത്രന്മാരെ പുറന്തള്ളുകയും ചെയ്തു. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ മുഖം അവരിൽ നിന്ന് ഞാൻ മറയ്ക്കും, അവരുടെ അന്ത്യം എന്തെന്ന് ഞാൻ കാണും. എന്തെന്നാൽ അവർ വക്രതയുള്ള തലമുറയാണ്, മക്കളെങ്കിലും അവരിൽ വിശ്വസ്തതയില്ല. ദൈവമല്ലാത്തതിനെക്കൊണ്ട് അവർ എന്നെ അസൂയപ്പെടുത്തി. തങ്ങളുടെ മിഥ്യകളാൽ എന്നെ അവർ ചൊടിപ്പിച്ചു. ഞാൻ അവരെ ജനമല്ലാത്തതിനെക്കൊണ്ട് അസൂയപ്പെടുത്തും. ഒരു ഭോഷ ജനതയെക്കൊണ്ട് ഞാൻ അവരെ ചൊടിപ്പിക്കും. എന്തെന്നാൽ എൻ്റെ കോപത്താൽ അഗ്നി ജ്വലിക്കുന്നു, പാതാളഗർത്തം വരെ അത് കത്തിയെരിയും. ഭൂമിയെയും അതിൻ്റെ വിളവിനെയും അത് വിഴുങ്ങും. അത് പർവ്വതങ്ങളുടെ അടിത്തറകൾ ദഹിപ്പിക്കും. അവരുടെ മേൽ ഞാൻ തിന്മകൾ കൂന കൂട്ടും. അവർക്കെതിരെ എൻ്റെ അസ്ത്രങ്ങൾ എയ്തു തീർക്കും. ക്ഷയിപ്പിക്കുന്ന പഞ്ഞവും വിഴുങ്ങുന്ന ജ്വാലയും വിഷപ്പനിയും. മൃഗങ്ങളുടെ പല്ലും പൊടിയിലിഴയുന്നവരുടെ വിഷത്തോടൊപ്പം അവർക്കെതിരെ ഞാൻ അയക്കും. പുറത്തുനിന്ന് വാളും അകത്തുനിന്ന് ഭയവും യുവാവിനെയും കന്യകയെയും വയോധികനോടൊപ്പം ശിശുവിനെയും വധിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ അവരെ കഷ്ണങ്ങളാക്കുമായിരുന്നു. അവരുടെ ഓർമ്മ മർത്യനിൽ നിന്ന് ഞാൻ നീക്കുമായിരുന്നു. ഞാനത് ചെയ്യാതിരുന്നത് ശത്രുവിൽ പ്രകോപനം ഉണർത്തുമെന്നും അവരുടെ എതിരാളികൾ അത് തെറ്റായി വ്യാഖ്യാനിക്കുമെന്നും ഞങ്ങളുടെ കരങ്ങളാണ് ഉയർന്നിരിക്കുന്നത്, കർത്താവല്ല ഇതെല്ലാം ചെയ്തത് എന്ന് അവർ പറയുമെന്നും ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ്. എന്തെന്നാൽ വിവേകം നശിച്ച ഒരു ജനതയാണവർ. അവർക്ക് തിരിച്ചറിവില്ല. അവർ വിവേകമുള്ളവരായിരുന്നെങ്കിൽ അവർ ഇത് തിരിച്ചറിയുമായിരുന്നു. അവരുടെ അന്ത്യം അവർ ഗ്രഹിക്കുമായിരുന്നു. അവരുടെ പാറ അവരെ വിൽക്കുകയും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുവൻ 1000 എങ്ങനെ പിന്തുടരും? 2 പേർ 10,000 എങ്ങനെ തുരത്തും? എന്തെന്നാൽ അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല. അവരുടെ ശത്രുക്കൾ തന്നെ ന്യായാധിപന്മാർ, നമ്മുടെ ശത്രുക്കൾ തന്നെ ന്യായാധിപന്മാർ. സോദോം മുന്തിരിയാണ് അവരുടെ മുന്തിരി, ഗൊമോറയിലെ വയലുകളിൽ നിന്നുള്ളത്. അവരുടെ മുന്തിരിങ്ങ വിഷമുന്തിരിങ്ങകൾ, അവരുടേത് കയ്പിൻ്റെ മുന്തിരിക്കുലകൾ. അവരുടെ വീഞ്ഞ് വ്യാളികളുടെ ഉഗ്രവിഷം, ക്രൂരസർപ്പങ്ങളുടെ വിഷം. ഇത് എന്നോടൊപ്പം സൂക്ഷിക്കപ്പെട്ടതല്ലേ? എൻ്റെ ഭണ്ഡാരങ്ങളിൽ മുദ്രിതമല്ലേ? പ്രതികാരം എൻ്റേത്, പ്രതിഫലവും അവരുടെ കാലിടറുന്ന സമയത്ത് തന്നെ അവരുടെ നാശത്തിൻ്റെ ദിനം നിശ്ചയമായും അടുത്തിരിക്കുന്നു. അവർക്കായി തയ്യാറാക്കപ്പെട്ടവ വേഗം വരുന്നു. കാരണം അവരുടെ ശക്തി ക്ഷയിച്ചെന്നും ബന്ധിതനും വിമോചിതനുമായി ആരുമില്ലെന്നും കർത്താവ് കാണുമ്പോൾ അവിടുന്ന് തൻ്റെ ജനത്തെ വിധിക്കുകയും
തൻ്റെ ദാസരുടെ മേൽ കരുണ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അവിടുന്ന് ചോദിക്കും, എവിടെ അവർ ആശ്രയം തേടിയ പാറയായ അവരുടെ ദേവന്മാർ? എവിടെ അവരുടെ ബലികളുടെ മേധസ്സ് ഭക്ഷിക്കുകയും അവരുടെ പാനീയാർപ്പണത്തിൻ്റെ വീഞ്ഞു കുടിക്കുകയും ചെയ്തവർ? അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിക്കട്ടെ, അത് നിങ്ങൾക്ക് അഭയമായിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ കാണുവിൻ, ഞാൻ തന്നെ, എനിക്കൊപ്പം ദൈവങ്ങളില്ല. കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നു, ഞാൻ തന്നെ സുഖപ്പെടുത്തുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായി ആരുമില്ല. തീർച്ചയായും ആകാശത്തിലേക്ക് ഞാൻ കൈ ഉയർത്തി പ്രഖ്യാപിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നവനായ ഞാനാണ്. എൻ്റെ മിന്നും വാൾ ഞാൻ മൂർച്ച കൂട്ടുകയും എൻ്റെ കൈ ന്യായത്തിൽ മുറുക്കുകയും ചെയ്താൽ എൻ്റെ എതിരാളികളോട് ഞാൻ പ്രതികാരം ചെയ്യും. എന്നെ വെറുക്കുന്നവരോട് ഞാൻ പകരം വീട്ടും. എൻ്റെ അസ്ത്രങ്ങൾ ഞാൻ രക്തം കൊണ്ട് മത്തുപിടിപ്പിക്കും. എൻ്റെ വാൾ മാംസം ഭക്ഷിക്കും. നിഹതൻ്റെയും ബന്ദിയുടെയും രക്തം കൊണ്ട്, ശത്രു നേതാക്കന്മാരുടെ ശിരസ്സുകൊണ്ട്. ജനതകളെ, അവിടുത്തെ ജനമേ, ആർത്തു വിളിക്കുവിൻ. തൻ്റെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്യും. തൻ്റെ എതിരാളികളുടെ മേൽ പ്രതികാരം തിരിച്ചുവിടും. തൻ്റെ മണ്ണും ജനവും അവിടുന്ന് പാപവിമുക്തമാക്കും. മോശയും നൂനിൻ്റെ പുത്രനായ ജോഷുവയും ചെന്ന് ഈ ഗാനത്തിൻ്റെ ശീലുകളെല്ലാം ജനം കേൾക്കെ ചൊല്ലി. ഈ വാക്കുകളെല്ലാം ഇസ്രായേൽ മുഴുവനോടും സംസാരിക്കുന്നത് മോശ പൂർത്തിയാക്കി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ജാഗ്രതയോടെ അനുഷ്ഠിക്കാൻ നിങ്ങൾ അനുശാസിക്കുന്ന ഈ നിയമത്തിലെ വചനങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുവിൻ. ഈ വചനങ്ങളെല്ലാം നിങ്ങൾക്കിടയിൽ ഞാനിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് നിങ്ങൾക്കൊരിക്കലും പാഴ്വാക്കല്ല, പ്രത്യുത നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾ ജോർദാൻ കടന്ന് അവകാശപ്പെടുത്താൻ പോകുന്ന ആ ദേശത്ത് ഇക്കാര്യം കൊണ്ട് ആയുസ് ദീർഘിപ്പിക്കാൻ നിങ്ങൾക്ക് ഇടയാക്കും. മോശ കാനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല. ആ ദിവസം തന്നെ കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു, ജെറീക്കോയുടെ മുൻവശത്തുള്ള മൊവാബ് ദേശത്തെ ഈ അബറീം പർവ്വതത്തിലേക്ക്, നെബോ മലയിലേക്ക് നീ കയറുക. ഞാൻ ഇസ്രായേല്യർക്ക് കൈവശ വസ്തുവായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക. നിന്റെ സഹോദരൻ അഹ്റോൻ ഹോർമലയിൽ വെച്ച് മരിച്ച് തൻ്റെ ജനങ്ങളോട് ചേർന്നതുപോലെ നീ കയറുന്ന ആ മലയിൽ വെച്ച് നീ മരിക്കുകയും നിന്റെ ജനങ്ങളോട് ചേരുകയും ചെയ്യും. എന്തെന്നാൽ സീൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലസഞ്ചയത്തിങ്കൽ വെച്ച് ഇസ്രായേല്യരുടെ മധ്യേ നിങ്ങൾ എന്നോട് അവിശ്വസ്തമായി പെരുമാറി. ഇസ്രായേല്യരുടെ മധ്യേ എന്നെ പരിശുദ്ധനായി പ്രഘോഷിച്ചതുമില്ല. ദൂരെ നിന്ന് ആ ദേശം നീ കാണുക മാത്രം ചെയ്യും. എന്നാൽ ഞാൻ ഇസ്രായേല്യർക്ക് നൽകുന്ന ആ ദേശത്തേക്ക് നീ പ്രവേശിക്കുകയില്ല. സങ്കീർത്തനം 118. വിജയം ലഭിച്ചതിന് നന്ദി. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ഇസ്രായേൽ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അഹ്റോൻ്റെ ഭവനം പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കർത്താവിനെ ഭയപ്പെടുന്നവർ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ഞെരുക്കത്തിൽ നിന്ന് ഞാൻ കർത്തനെ വിളിച്ചപേക്ഷിച്ചു. കർത്തൻ ഉദാരതയിൽ എനിക്കുത്തരമരുളി. എനിക്ക് വേണ്ടി കർത്താവുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാനാണ്? കർത്താവ് എന്നെ സഹായിക്കുന്നവനായി എനിക്ക് വേണ്ടിയുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളെ നോക്കി നിൽക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. നേതാക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. ജനതകളെല്ലാം എന്നെ വളഞ്ഞു. കർത്താവിൻ്റെ നാമത്തിലത്രേ ഞാൻ അവരെ പ്രതിരോധിച്ചത്. അവരെന്നെ വളഞ്ഞു, വല്ലാതെ വളഞ്ഞു. കർത്താവിൻ്റെ നാമത്തിലത്രേ ഞാൻ അവരെ പ്രതിരോധിച്ചത്. തേനീച്ചകൾ പോലെ അവരെന്നെ വളഞ്ഞു, കണ്ടകാഗ്നി പോലെ അവർ കെട്ടടങ്ങി. കർത്താവിൻ്റെ നാമത്തിലത്രേ ഞാൻ അവരെ പ്രതിരോധിച്ചത്. വീഴും വിധം ഞാൻ ആഞ്ഞു തള്ളപ്പെട്ടു, എന്നാൽ കർത്താവ് എന്നെ സഹായിച്ചു. കർത്തൻ എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷയായി തീർന്നു. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ആനന്ദപ്രകടനത്തിൻ്റെയും രക്ഷയുടെയും ആരവം. കർത്താവിൻ്റെ വലത്തുകൈ കരുത്തു കാട്ടുന്നു. കർത്താവിൻ്റെ വലത്തുകൈ ഉയർന്നിരിക്കുന്നു. കർത്താവിൻ്റെ വലത്തുകൈ കരുത്തു കാട്ടുന്നു. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. കർത്തൻ്റെ പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. കർത്തൻ എന്നെ വല്ലാതെ ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. നീതിയുടെ കവാടങ്ങൾ നിങ്ങൾ എനിക്കായി തുറക്കുവിൻ. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്തന് കൃതജ്ഞത അർപ്പിക്കട്ടെ. ഇതാണ് കർത്തനുള്ള കവാടം. നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിച്ചു കൊള്ളട്ടെ.
എനിക്ക് ഉത്തരമരുളുകയും എനിക്ക് രക്ഷയാവുകയും ചെയ്തതിനാൽ അങ്ങേക്ക് ഞാൻ കൃതജ്ഞതയർപ്പിക്കും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് സംഭവിച്ചത് കർത്താവിൽ നിന്നാണ്. നമ്മുടെ ദൃഷ്ടികളിൽ വിസ്മയനീയമാണത്. കർത്താവ് ഒരുക്കിയ ദിവസം ഇതാണ്. ഇന്ന് നമുക്ക് ഉല്ലസിക്കാം, സന്തോഷിക്കാം. കർത്താവെ ഞാൻ കെഞ്ചുന്നു, രക്ഷിച്ചാലും. കർത്താവെ ഞാൻ കെഞ്ചുന്നു, വിജയിപ്പിച്ചാലും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്തൃഭവനത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ ആശീർവദിച്ചിരിക്കുന്നു. കർത്താവാണ് തമ്പുരാൻ, അവിടുന്ന് നമുക്ക് പ്രകാശമായിരിക്കുന്നു. ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ വരെ മരച്ചില്ലകളുമായി നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുവൻ. അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവൻ. അവിടുന്ന് നല്ലവനല്ലോ, എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്.